ചേച്ചി എപ്പോ വന്നു? ആ മോനെ സൽമാനെ, ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. നീ എന്താ നിന്റെ മുകളില്? അടന്നു വീഴും, താഴെറങ്ങ്. ഇറങ്ങടാ താഴെ. ഇനി ചേച്ചിയുടെ മക്കൾ അടികൂടാതെ കിടന്നുറങ്ങിക്കോ. ചേച്ചിയും പോയിട്ട് കിടന്നുറങ്ങട്ടെ. ചേച്ചി പോവണ്ട, ഇവിടെ കിടന്നുറങ്ങിക്കോ നമ്മുടെ കൂടെ. എടാ സൽമാനെ, നീയും പറ, നീ പറഞ്ഞാ കേക്കും ചേച്ചി. ആ അതന്നെ, ചേച്ചി ഇവിടെ കിടന്നാ നല്ല രസായിരിക്കും എല്ലാരും ക്രൂ. അതെ അതെ, ചേച്ചി ചേച്ചി ഇവിടെ കിടന്നോ? വാ, നമുക്കൊരു കഥ പറഞ്ഞ ചേച്ചി. പ്ലീസ് ചേച്ചി. പണ്ട് പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു പാവ സ്ത്രീ ഉണ്ടായിരുന്നു. എന്നിട്ട് വേഗം പറ. ആ ചേച്ചി പറയണം, ധൃതി കൂട്ടല്ലേ. കോമള വല്യന്നായിരുന്നു അവരുടെ പേര്. അവരുടെ ഒരേ ഒരു കുഞ്ഞായിരുന്നു മിന്നുക്കുട്ടി. എന്നിട്ട് അങ്ങനെ കരളിന്റെ കഷ്ണമായ മിന്നുക്കുട്ടിയെയും ചേർത്ത് കോമളവല്ലി ഇങ്ങനെ നടന്ന് നടന്നു പോകുമ്പോൾ ഒരു പട്ടി വന്ന് ഓടിച്ചു. കൊള്ളാം, വേഗം പറ. എന്നിട്ട് പട്ടിയിൽ നിന്നും കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കോമളവല്ലി ഓടി 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 ഒരു മരച്ചുവട്ടിലിരുന്നു. എന്നിട്ട് വേഗം പറ ചേച്ചി. കുഞ്ഞിനെ മരച്ചുവട്ടിൽ കിടത്തി കോമളവല്ലി പട്ടിയെ നോക്കാൻ പോയി. വേഗം പറ. മരക്കൊമ്പിലിരുന്ന പരുന്ത് മിന്നുക്കുട്ടിയെ റാഞ്ചിയെടുത്ത് മരക്കൊമ്പിൽ കൊണ്ടുപോയി ഇരുത്തി. പാവം മിന്നുക്കുട്ടി, അത് പാവം മിന്നുക്കുട്ടി. എന്നിട്ട് എന്ത് ചെയ്തു ചേച്ചി? എന്നിട്ട് ആ ദുഷ്ടനായ പരുന്ത് നമ്മുടെ മിന്നുക്കുട്ടിയോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊത്തി കൊത്തി തിന്നുമെന്ന്. അയ്യോ പാവം നമ്മുടെ മിന്നുക്കുട്ടി. എന്നിട്ട് പറ ചേച്ചി, വേഗം പറ. കുട്ടിയുടെ കരച്ചിൽ കേട്ട കോമളവല്ലി തലവല്ലി ഒരുപാട് കരഞ്ഞു. എന്റെ കുട്ടിയെ കൊത്തല്ലേ, എന്റെ കുട്ടിയെ കൊത്തല്ലേ എന്ന് നിലവിളിച്ച് കരഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആടുകളെല്ലാം ഓടിക്കൂടി. എന്നിട്ട് ആ പരുന്ത് ആ കുഞ്ഞിനെ പറ ചേച്ചി, എന്ത് ചെയ്തു ആ കുഞ്ഞിനെ? മതി ഇനി നാളെ പറയാം ചേച്ചി, ബാക്കി പറ. മതി ഇനി നാളെ. ഇനി കിടന്നുറങ്ങും.